അർജുന എന്താ നീ നോക്കിയിരിക്കണോ? ഇതെന്താ വെള്ളം കലക്കിയിരിക്കണല്ലോ, നമുക്കിന്റെ വെള്ളം മാറ്റിയാലോ? അപ്പൊ തുടങ്ങല്ലേ? ഇനി നമുക്ക് കല്ലക്കും കല്ലുണ്ടൊക്കെ മാറ്റാം. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? കൊണ്ടാ വെള്ളം കലങ്ങി കിടക്കാറ്. അതിട്ട് നിനക്ക് വള്ളക്ക് കയറ്റിയാലോ? കണ്ട ഇതിപ്പോ ഒരു മീനും മര്യാദക്ക് ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് മീനിനെ പിടിക്കാം. അരിപ്പെടുക്കൂ. വേണ്ട, ഇതാണ് കഴിച്ച നമ്മുടെ മോള്. ഇതാണ് നമ്മുടെ നല്ല ചാട്ടക്കാരനാണ്. ഇതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷിനെ നമുക്ക് കാണിച്ചത്. പക്ഷെ അവനെ കിട്ടണമെങ്കിൽ ഇത്തിരി പാടുണ്ട്. അതാ പോണം അവനെ ഞങ്ങളുടെ നിൽപ്പുണ്ടത് നമുക്ക് എന്തായാലും കിട്ടും. ഇതാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ഫിഷ്. ഇവരുടെ പേരറിയുന്ന ഞങ്ങൾ കഴിഞ്ഞാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ, പക്ഷെ ആരും ഇതിന് കമൻ്റൊന്നും ഇട്ടുണ്ടാവില്ല. പേര് പറയുന്നത് ഞങ്ങൾ സെർച്ച് ചെയ്യുന്നപ്പോഴും ഇവരുടെ പേരൊന്നും കിട്ടാത്തപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഒരു പ്ലാറ്റിനം റെഡ് കഴിഞ്ഞു. മോർണിംഗ് പ്ലാറ്റിനം റെഡാണ് സംഭവം. പിന്നെ ഒരു ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു കാണുന്നില്ല ഗായ്സ്. ഇത് ആ ടീമിനെ അവസ്ഥയായി. ആ ടീമെ പെരിയ പോലും ഇങ്ങനെ ഉണ്ടാവില്ല. കുറച്ചുകൂടി പാല് കൊടുക്കും. വൈറ്റിനെ പൊടി നമുക്ക് അടുത്തേനും പിടിക്കാം. പിന്നെ സൈലന്റ് വാലിയാണ്. പിന്നെ ഒന്നും എഴുതാലോ മിണ്ടാണ്ട് വന്ന് കയ്യിലേക്ക് കമ്പോ മണ്ടായി. ബാക്കിയുള്ളവന്മാരെ കോട്ടക്കാരനാണ്. ഇത്ര കോട്ടക്കാരനാണ് പറഞ്ഞാൽ ഇവർക്ക് ഒളിമ്പിക്സിൽ പോകാൻ എടുത്തത്. ഹാഫ് ബ്ലാക്ക് ആണ് എനിക്ക് തോന്നുന്നത്. ഹാഫ് ബ്ലാക്ക് ആണ് എനിക്ക് തോന്നുന്നത്. ഹാഫ് ബ്ലാക്ക് ആയിട്ടല്ല, ബ്ലാക്ക് തന്നെയാണ് ഇത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ബ്ലാക്ക്. കാരണം ഇതാണ് നമ്മുടെ അടുത്ത മുതല്. ഇതാണ് ഞാൻ പാവം വളർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന അങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ 2-3 കുട്ടികളിപ്പോൾ നമ്മുടെ മിക്സഡ് ബ്രീഡിൻ്റെ ബേബി ടാങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതിനെ പിടിക്കാം. വേഗം ഹഗ് നമുക്ക് വേഗം പണിയെടുക്കാം. ഈ അടുത്തത് പിടിയവനെ അതാ അർജുൻ്റെ കണ്ണ് വെട്ടിയിരിക്കുകയാണല്ലോ. കുട്ടിയല്ലേ അത് നമ്മൾ ഇന്നാലെ പിടിച്ചിട്ടതാണ്. ഇതിന് ആയിക്കുട്ടി സർവൈവ് ആയോ? ഇതിന് ലൈഫ് ഫുഡായി അവസ്ഥയായിരുന്നു. എന്നാലും കണ്ടുപോലും ഇല്ല. എന്തവസ്ഥ അവന് ലക്കുണ്ട്. ഇതിന്റെ ഫീമെയിലും കുറെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇത് ഒന്നിനൊക്കെ കാണുന്നുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ എപ്പോൾ കമ്മിയാണ് അത്യാവശ്യം. ഓരോണ്ട് മിക്സഡ് ബ്രീഡിലോ ഒറ്റൊരു ഫീമെയിലോ അങ്ങനെയൊക്കെ ഒക്കെ മൊത്തം മെയിലാണ്. ആ ചിക്കൻ പാവവും ചുറ്റും പെണ്ണുങ്ങളാണ്. അതിനെ ഫോളോ അപ്പ് എല്ലാവിടെയും ആണുങ്ങളാണ് പെണ്ണുങ്ങളെ ഫോളോ ചെയ്യുക. ഇത് നേരെ തിരിച്ചാകാം. ഒരുത്തം പോയി. ഒരു ബ്ലാക്കും വൈറ്റ് നേരത്തെ കാണിച്ച വലുതിൻ്റെ അതേ ഇതാണ്. ഇനി ഒരുത്തനും കൂടി ഉണ്ട്. എവിടെയാന്ന് ഒന്നും കാണുന്നില്ല. ഫുഡൊക്കെ അണ്ണം പോകുമ്പോൾ അടിക്കും. അവനാണ് ഇത് കൂടുതൽ അത്യാവശ്യം ഫുഡ് എടുക്കണം. നീ എങ്ങോട്ട് ഓടിയാലും ഞങ്ങളുടെ കയ്യിൽ നമ്മൾ
മീനുകളിൽ സേഫായിട്ട് ഈ ടബിലേക്കാണ് തോന്നുന്നത്. ഇതൊക്കെയായിരുന്നു തോന്നുന്നില്ലേ ഇതിലുണ്ടായിരുന്ന മീനുകൾ. നമുക്ക് ഈ വെള്ളം വറ്റിക്കാം. നമുക്ക് പൊക്കാം. എൻ്റെ കാല് എന്റെ കാലിലാകിട്ട് മലമ്പുഴ ഡാം തുറന്നു വിട്ടിരിക്കുന്നു. ദേ വരുന്നു വെള്ളം, അതും നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്ന്. എന്റെ പാൻറ് അടിപൊളി. നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മീൻ മൊത്തം പോയെന്നെ കാശ്. ഇത് നമ്മൾ നേരത്തെ ചാടിപ്പോയവനാണ് കാശ്. ഒരു ഹാഫ് ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്താണ് നമ്മുടെ ഹാഫ് ബ്ലാക്ക് ടാങ്ക് മൊത്തം ഹാഫ് ബ്ലാക്ക് ഇതിലൊക്കെ എടുത്ത് ചാടിയ ഇവന്മാരിതാ അവിടെ സുഖമായിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ ഒരു ഇതാ അലവലാതി അതിൽ കൂടെ കയറി പറ്റിയിട്ടുണ്ട്. അതോ ഇതാ അവന്മാർ നല്ല ആക്റ്റീവാണ് ഇപ്പോഴും ഉണ്ട്. എന്താ ആക്റ്റീവ്നെസ്. ഇവന്മാരൊന്ന് കൈയിട്ടാൽ മതി, ഇളക്കിയാൽ മതി. അത് നമ്മുടെ ഇത്രയും ചളിയുണ്ട് കാണുമ്പോ ഒന്നും ഇല്ലാത്ത ആറ്റിട്ട് കുറേ ആയി. ഞങ്ങൾ ഇപ്പോൾ ഈ ഡിസംബറിന് സംതിങ് വെള്ളം മാറ്റിയതാണ്. അപ്പോൾ നമുക്കിനി അർജുൻ ബ്രോ അതും കൊണ്ട് പോണത് പൈപ്പിന് ചോട്ടിങ് പോകണം. നമ്മളിപ്പം പൈപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇനി അതൊന്ന് നന്നായി കഴുകാൻ പോകും. നമുക്ക് ഓസ്കാറിൻ്റെയും ടാങ്കിൽ വെള്ളമൊന്ന് ഇതാക്കണം, വറ്റിക്കണം എന്നുണ്ട്. പക്ഷെ അത് പറയുന്ന ബുദ്ധിമുട്ടാണ്. അവൻ ചിലപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് ഇതായി ഉടക്കിയതാണ്. അർജുൻ ബ്രോൻ്റെ കയ്യിൽ കടിക്കേണ്ടതായിരുന്നു. ഒരു ഭാഗത്തിന് ഇതായതാണ്. അവൻ ചുരുക്കാച്ചുണ്ടാക്കി കളിക്കുന്നു. അത് ഒന്നിങ്ങോട്ട് നോക്കിയേ, മറ്റേ ബ്യൂട്ടിഫുൾ മണത്തെ അതിൻ്റെ ഇടയിൽ കൂടെ മലമ്പൂടാകുമ്പോൾ നമുക്ക് ഇനി തുറന്നു കൊടുക്കാം. പക്ഷെ അത് പശുവിൻ്റെ ചാണകമല്ല, വീടിൻ്റെ ചാണകമല്ല, വഞ്ചിച്ച് അങ്ങനെ അതും ബ്രോ കഴിയാണ്. ഇനി ഞാൻ കഴിക്കാം. എൻ്റെ ഡോണാണ്. എൻ്റെ നമുക്ക് അതിൻ്റെ ഇവിടെ മീൻ ഇടണം. നോട്ട് പ്രോബ്ലം. അതിൽ എന്തായാലും ചളി ഇനി നമുക്ക് എന്താണ് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇതപ്പോൾ അർജുൻ ബ്രോ വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ ടാങ്കിക്ക് വെള്ളം നിറയ്ക്കുന്നതാണ്. ഇതും വെള്ളം വേണം. അറ്റ്ലീസ്റ്റ് അപ്പോഴും ഇതാണ് ഈ ഒരു ഇങ്ങനെയാണ് നമ്മൾ വെള്ളം നിറക്കാറുള്ളത്. പിന്നെ പക്ഷെ ഇന്ന് കമ്മിയാക്കണം എന്നാണ് ഒരു ഇത്. ഇതാ പറഞ്ഞത് മീൻസാ ഞങ്ങളുടെ അന്നൊരു തവണ ഇതേപോലെയുള്ള ഒരു ടെക്സിഡോ ഇവിടുത്തെ ഓസ്കാർ ടാങ്കിലേക്ക് ചാടിയതായിരുന്നു. ഫസ്റ്റ് ഓസ്കാർ ടാങ്ക് ഞങ്ങളുടെ ഇവിടെയായിരുന്നു, ഈ നടുഭാഗത്തായിരുന്നു. ഈ രണ്ടെണ്ണത്തിൻ്റെ അതെടുത്ത് ചാടിയതോടെ പിന്നെ ഞങ്ങൾ വെള്ളം കമ്മിയാക്കാറായി. അപ്പോൾ വീണ്ടും അർജുൻ ബ്രോ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനുള്ളിൽ ഫുൾ ബ്ലാക്കൊക്കെ കണ്ടില്ല, നല്ല ആക്റ്റീവായി കളിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഫുൾ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ മണ്ടനാക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ ബോഡി ഇതിലൊക്കെ ഉണ്ടോ വളർന്നോളും നിർത്തനായി വളർന്നിട്ടുണ്ട്. വൈറ്റ് മോളും ഉണ്ട്.
പക്ഷെ അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകില്ല. ഇപ്പം അത്യാവശ്യം പകുതിയോളം വെള്ളമായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുറച്ച് ഒരു ബക്കറ്റ് 2 ബക്കറ്റും കൂടി വെള്ളം വേണ്ടി വരും ഗൈസ്. അത് വീണ്ടും അർജുൻ ബ്രോ എടുക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് അതിൽ കളന്നിട്ടുണ്ടായിരുന്ന ഫിഷുകൾ. ആദ്യം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മീൻ കാണിച്ചു തരാം. ആദ്യം അർജുൻ ബ്രോ വാങ്ങിച്ച മീനാണ്. പിന്നെ ബാക്കി പിന്നെ ഇത് ആദ്യം ഈ വൈറ്റ് മോളി ആദ്യം കൊടുത്തതാണ്. പക്ഷെ ഇപ്പം അർജുൻ നല്ല കെയർ ചെയ്തിട്ട് അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അവൻ നല്ല അർജുൻ ബ്രോയിൻ്റെ അത്യാവശ്യം നല്ല കൊടുക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി അവൻ ക്വാളിറ്റി ആക്കി തരും. അർജുൻ ബ്രോ വെള്ളമൊക്കെ സെറ്റാക്കി കല്ലൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇവിടെ യാൽബിന വഴിക്ക് ഞങ്ങൾ 20 ഉറുപ്പിക്ക് നമുക്ക് കിട്ടിയതാണ് 3 എണ്ണം. അത് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരാട്ടിന് വേണ്ട പറഞ്ഞിട്ട് തന്നതാണ്. എനിക്കായിരുന്നല്ല, എനിക്ക് എൻ്റെ അപ്പം കൂടിയാണ് അതിന്. പക്ഷേ ഏട്ടനായി വരും. അത് ഞാൻ അറിയാണ്ട് പോയി വാങ്ങിച്ചതാണ് ഒരു സർപ്രൈസ് ആയിട്ട്. ഇതാണ് ബാക്കി 2 ഒന്ന് ചാടിപ്പോവും, മറ്റൊന്ന് ഒരാൾക്ക് കൊടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ആകെയുള്ളത്. ഇതിൻ്റെ കുട്ടിയാണ് കേട്ടോ ഗൈസ് നമ്മളാ ഫുൾ ബ്ലാക്കിൻ്റെ ടാങ്കിൽ കണ്ടത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പിടിച്ച മീനായിട്ടുള്ള വൈറ്റ്മോളിൽ നിന്ന് തന്നെ നമ്മൾ അതിലേക്ക് അവൻ പോകുന്നു. ഈ ഒരു ഉദാഹരണത്തിന് പിന്നെ അടിച്ചു വിടുക. അവന്മാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഉമ്മാരൊക്കെയാണ്. അടുത്തത് നമ്മുടെ ഫസ്റ്റ് വാങ്ങിച്ച മീനാണ് കേട്ടോ ഓയിൽ. പിന്നെ അതൊരു ചെറിയ കുട്ടിയാണ്. ഇപ്പം നമ്മൾ വരികയാണ് അറിയുള്ളൂ. അത് മിക്സഡായി തന്നെ ലാലിനെ പോയിട്ട് അപ്പം ഇത് ഭയങ്കര പോയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഈ കൂട്ടത്തിൽ മോളിൽ ഇഷ്ടം തന്നെയാണ്. ഇതിൻ്റെ മേലെ മൊത്തം ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രേ കളറിൽ. ഇതിനി വെള്ളം മാറ്റുമ്പോൾ മാത്രം ഇങ്ങനെയാണ്. ഇതിലിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഒരു ഡോട്ടാണ്, ഗ്രേ കളറിൽ ഡോട്ടായിരിക്കാം. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവനും മോളിയും വൈറ്റ് മോളിയും കൂടി അപ്പോൾ 24 മണിക്കൂറും കളിയോ. അടുത്തവനെ പിടിച്ചത് ഈവനും എനിക്ക് ഞങ്ങൾ പറഞ്ഞത് ഒരു ബ്ലാക്കിൻ്റെ ഇതുണ്ട്. അത് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് ഹാഫ് ബ്ലാക്ക് ആണെന്ന് പക്ഷെ വെള്ളത്തിൽ ബോഡിൻ്റെ ടൈലിൽ അതിനും അതേപോലെ ഒരു ലുക്കാണ്. പക്ഷെ വാലിൽ എല്ലോ കയറുന്നുണ്ട്, ബ്ലാക്ക് പതുക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഇവനും പിന്നെ ഒരു കുട്ടിയുമാണ്. അപ്പോൾ അവരിനെ രണ്ടുപേരും പിടിക്കാൻ വേണ്ടി അർജുൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അർജുനെ പറ്റിച്ചും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ നമുക്ക് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനെയും നമ്മൾ ആ ടാങ്കിലേക്ക് വിടുകയാണ്. ഇങ്ങനെയുള്ളത് ആ കുട്ടി മാത്രമാണ്. ആ കുട്ടി അർജുനെ ഇട്ട് വട്ടം കറക്കുകയാണ്. അങ്ങനെ അവനെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം. ഇവനും അതേ ഞങ്ങൾ പറഞ്ഞ മാതിരിയുള്ളതിൻ്റെ ഇതാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ഹാഫ് ബ്ലാക്കോ ആയി വരാനായിരിക്കും ചാൻസ്. കാരണം അവൻ്റെ ബോഡിൽ ബ്ലാക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ ഹാഫ് ബ്ലാക്കിൻ്റെ ഇത് വരാറുണ്ട്.
അപ്പോൾ നമ്മുടെ ടാങ്ക് സെറ്റായിട്ടോ ഗൈസ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇന്ന് വേട്ടയാടും എതിരികൾക്ക് പോരിൽ മരണശിക്ഷ എഴുതി വെച്ച കൈത്